പ്രൈസ് ദി ലോർഡ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ക്ഷേമമായിരിക്കുന്നു, എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ബൈബിളിന്റെ ആധികാരികതയെക്കുറിച്ച്, അതിന്റെ വിഭജനങ്ങളെക്കുറിച്ചൊക്കെ നാം പഠിക്കുവാനിടയായി തീർന്നല്ലോ. നിങ്ങളുടെ മനഃപാഠങ്ങൾ നിങ്ങൾ പഠിച്ചോ? നിങ്ങളുടെ ടീച്ചർക്ക് എഴുതി അയച്ചു കൊടുത്തു എന്ന് കരുതുന്നു. എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥനാപൂർവമായിരുന്നേ. നാം ഒരു പുതിയ പാഠം പഠിക്കുവാൻ വന്നിരിക്കുകയല്ലേ? പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ്സിലായിരിക്കുമ്പോൾ നാം ഒരു പുതിയ പാഠം പഠിക്കുവാൻ വരികയാണ്. 4-ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. കൈയെഴുത്ത് പ്രതികളും ബൈബിൾ പരിഭാഷയും. എന്താണ് കൈയെഴുത്ത് പ്രതികളും ബൈബിൾ പരിഭാഷയും? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ബൈബിൾ എങ്ങനെയാണ് നമ്മുടെ കൈകളിൽ എത്തിയതെന്ന്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും പ്രചാരമുള്ള ഗ്രന്ഥം ഏതാന്ന് നിങ്ങൾക്കറിയാമോ? ഏറ്റവും അധികമായിട്ട് പ്രചാരത്തിലുള്ള ഗ്രന്ഥം ബൈബിളാണ്. ഏതാണ്? ബൈബിള്. ഏറ്റവും എതിർപ്പുകൾ ഉണ്ടായ ഗ്രന്ഥം ഏതാണെന്നറിയോ? പ്രതിസന്ധികളെ അതിജീവിച്ച് അനേകർ കത്തിച്ചു കളഞ്ഞു, വെള്ളത്തിൽ വലിച്ചെറിഞ്ഞു, കീറിക്കളഞ്ഞു. ഓരോ ദിവസവും ഓരോ പേപ്പറുകൾ ചുരുട്ടിയെടുത്ത് ബൈബിൾ വെച്ച് പുകവലിക്കുവാനിടയായി തീർന്ന ചരിത്രം വരെയുണ്ട്. പക്ഷെ അവരൊക്കെ പിന്നത്തേതിൽ ബൈബിൾ അനുസരിച്ചു. അങ്ങനെയെങ്കിൽ ബൈബിൾ നശിപ്പിച്ചു കളയുവാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടന്നിട്ടും ഇതിനെയൊക്കെ തരണം ചെയ്താണ് നമ്മുടെ കൈകളിൽ ലഭിക്കുവാനിടയായത്. അതിന്റെ പിൻപിലുള്ള അധ്വാനങ്ങൾ എങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ ഇത് ലഭിച്ചു, എന്തെല്ലാം ത്യാഗങ്ങൾ മിഷണറിമാര്, സുവിശേഷകർ ഇതിന്റെ പിന്നിൽ സഹിക്കാനിടയായി തീർന്നൊക്കെയാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടെ കുഞ്ഞുങ്ങളായിരിക്കുമേ. ഓക്കെ, ആദ്യ ഭാഗത്ത് നമുക്ക് പഠിക്കുവാനുള്ളത് ബൈബിളിലെ ഭാഷാ സംബന്ധമായിട്ടാണ്. ബൈബിളിൽ ഏതൊക്കെ ഭാഷയിലാണ് പ്രധാനമായിട്ട് എഴുതിയതെന്ന് കുഞ്ഞുങ്ങൾക്കറിയാമോ? ഏതാണ്? ശരിയാണ്, ചില കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്. പഴയ നിയമം പ്രധാനമായിട്ട് എബ്രായ ഭാഷയിലാണ് എഴുതുവാനിടയായി തീർന്നത്. ഏതാണ്? എബ്രായ ഭാഷയിൽ. പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമാണ് എഴുതുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 2 ഭാഷകൾ, അതേറ്റവും പ്രസക്തമായ ഭാഷകളാണ്. ദൈവത്തിന്റെ ഭാഷയെന്നും ഭാഷകളുടെ മാതാവെന്നുമാണ് എബ്രായ ഭാഷയെക്കുറിച്ച് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ എബ്രായ ഭാഷയിലാണ് പഴയ നിയമം എഴുതുവാനിടയായത്. സാർവത്രിക ഭാഷ, തത്വജ്ഞാനികളുടെ ഭാഷ എന്നൊക്കെയാണ് ഗ്രീക്ക് ഭാഷയെക്കുറിച്ച് അറിയപ്പെടുന്നത്. ഈ ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതുവാനിടയായി തീർന്നത്. അപ്പോൾ ബൈബിളിലെ പഴയ നിയമം എബ്രായ ഭാഷയില്, പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമാണ് എഴുതുവാനായിട്ട് ഇടയായി തീർന്നത്. എബ്രായ ഭാഷയിൽ എത്ര ആൽഫബറ്റ് ഉണ്ടെന്ന് അറിയാമോ? എത്രയുണ്ട്? 22 ആൽഫബറ്റ് ആണ്. നിങ്ങൾക്കത് പഠിക്കുവാനും എളുപ്പമാണ്. 119-ാം സങ്കീർത്തനത്തിൽ 22 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അത് എബ്രായ ഭാഷയിലെ അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങളാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കുവാനായിട്ട് കഴിയും. ആ ഭാഗങ്ങൾ വായിച്ചാൽ, അതിന്റെ തലക്കെട്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ടും ഇടയായിത്തീരുന്നുണ്ട്. ബൈബിൾ കാലാകാലങ്ങളിലായിട്ട് വലിയ പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, മലയാളത്തിൽ തന്നെ എത്ര പരിഷ്കരിച്ച പതിപ്പുകളുണ്ട് അല്ലേ? ഇംഗ്ലീഷിൽ ഏതെല്ലാം വിവർത്തനങ്ങളാണ് വന്നിരിക്കുന്നത്. NIV തന്നെ പല 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 വേർഷനുകളായിട്ടുണ്ട്. അപ്പോൾ തന്നെ KJV ഉണ്ട്, NKJV ഉണ്ട്, വിവിധ വിവർത്തനങ്ങളായിട്ട് RSV, ടിൻഡെയിൽ വേർഷൻ, ഒരുപാട് വേർഷനുകളിൽ. എന്നാൽ എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ആ പഴയ നിയമ ഭാഗത്തിന് എബ്രായ ഭാഷയിൽ നിന്ന് ഇന്നും ഒരു മാറ്റവും അതിനെ വരുത്തിയിട്ടില്ല എന്ന് കാണുവാൻ, അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടില്ല എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു പുള്ളി പോലും വള്ളി പോലും ദൈവവചനത്തിന് മാറ്റം വരികയെന്നുള്ള ദൈവവചനപ്രകാരം
അതിനെ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ ചില വാക്കുകളൊക്കെ മറ്റു ഭാഷകളിൽ നിന്ന്, പ്രത്യേകിച്ച് ലത്തീൻ ഭാഷയിൽ നിന്നൊക്കെ എടുത്ത വാക്കുകളുണ്ട്. ബൈബിളിലെ തലീഥ കൂമി, ഏലി ഏലി ലബാ ശബക്താനി മാറാനാഥ, ഗോൽഗോഥ, അക്കൽദാമ തുടങ്ങിയ പദങ്ങളൊക്കെ ഉണ്ട്. ഇത് പ്രധാനമായിട്ടും അരാമ്യ ഭാഷയിൽ നിന്നുള്ള വിവർത്തനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമുക്ക് ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ട് പഠിക്കുവാനുള്ളത് കൈയെഴുത്ത് പ്രതികളും അതിന്റെ ഉത്ഭവങ്ങളും കുറിച്ചാണല്ലോ. അതിന്റെ ആദ്യ ഭാഗത്തെ പഠിക്കുവാനുള്ളത് തോൽ ചുരുളുകൾ എന്നുള്ള ഭാഗമാണ്. എന്താണ് തോൽ ചുരുളുകൾ? വെല്ലും റോൾസ് എന്നാണ് അത് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ച് അത് എഴുതുവാനിടയായി, അത് പ്രത്യേക രീതിയിൽ സംസ്കരിക്കുന്നു, അതിൽ എഴുതി സൂക്ഷിക്കുവാനിടയായിത്തീരുന്നു. ഇങ്ങനെ ഉണ്ടാക്കി ചുരുളുകളാക്കി അത് തടി കൊണ്ട് ചുറ്റി അത് വായു കടക്കാതെ കളിമൺ ഭരണികളിലാക്കി ഇങ്ങനെ സൂക്ഷിക്കുന്ന പതിവുകളുണ്ട്. ഇങ്ങനെ സൂക്ഷിക്കുക മാത്രമല്ല, ഇതിനെ നിക്ഷേപിച്ചിരിക്കുന്നത് ഗുഹകളിലും മറ്റുമാണ് ഇതിനെ സൂക്ഷിക്കുവാനായിട്ടും ഇടയായിത്തീരുന്നത്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കൈയെഴുത്ത് പ്രതികൾക്ക് അല്ലെങ്കിൽ തോൽ ചുരുളുകൾക്ക് ഇതിനകത്ത് തെറ്റുകളോ വെട്ടിത്തിരുത്തലുകളോ ഇല്ലാതെയാണ് എഴുതിയിരുന്നത്. ഇതിന്റെ മാതൃക ഇവിടെ കൊച്ചിയിലെ ജൂതപ്പള്ളിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയോ? തോൽ ചുരുളുകൾ എന്ന് പറയുന്നത് പ്രത്യേകതരം മൃഗങ്ങളുടെ തോലുകൾ സംസ്കരിച്ചെടുത്ത് ദൈവവചനം എഴുതിയിരുന്ന പതിവുകളുണ്ട്. അതാണ് തോൽ ചുരുളുകൾ കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ ന്യായപ്രമാണം എഴുതിയ തോൽ ചുരുളുകൾ, അതിന്റെ ചില പ്രത്യേകതകൾ ചാവുകടൽ ചുരുളുകൾ എന്നുള്ള പേരിലൊക്കെ കണ്ടെത്തുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. 1947 ചാവുകടലിന്റെ വടക്ക് പടിഞ്ഞാറ് കുമ്രാൻ പർവ്വത ശിഖരങ്ങളിൽ കളിമൺ ഭരണികളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന ചില ചുരുളുകൾ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നാണ് 1947 ബഡൂയൻ അല്ലെങ്കിൽ കുമ്രാൻ പർവ്വത ശിഖരങ്ങളിൽ ഈ കളിമൺ ഭരണികളിൽ അടക്കം ചെയ്തിരുന്ന ചുരുളുകൾ ലഭിക്കുവാനിടയായിത്തീർന്നു. ഇവയെയാണ് ചാവുകടൽ ചുരുളുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ചാവുകടൽ ചുരുളുകൾ എന്ന് കുഞ്ഞുങ്ങൾക്കറിയാമോ? 1947 ചാവുകടലിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുമ്രാൻ പർവ്വത ശിഖരങ്ങളില് ആ ഭാഗങ്ങളില് കളിമൺ ഭരണികളിൽ അടച്ചു വെച്ച നിലകളില് ചുരുളുകൾ ലഭിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഈ ചുരുളുകളാണ് ചാവുകടൽ ചുരുളുകൾ. അത് ആ ഭാഗത്തു നിന്ന്, ചാവുകടലിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ലഭിച്ചത് കൊണ്ടുകൂടിയാണ് ആ പേര് വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇതിന്റെ ഉള്ളടക്കവും അപ്പോൾ തന്നെ വേദപുസ്തകത്തിന്റെ വിശ്വാസ്യതയും വളരെ വ്യക്തമാണ്. എസ്തേറിന്റെ പുസ്തകം ഒഴിച്ച് ബാക്കി എല്ലാ പുസ്തകങ്ങളും കണ്ടുകിട്ടി എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നു, ബൈബിളിലെ ഈ കൈയെഴുത്ത് പ്രതികളാകുന്ന അല്ലെങ്കിൽ തോൽ ചുരുളുകളൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത്, അതിനെ ചാവുകടൽ ചുരുളുകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതിനെ കണ്ടെത്തി അത് ഏറ്റവും ആധികാരികത നൽകുന്നു. ബൈബിൾ ദൈവത്താൽ എഴുതപ്പെട്ടുവെന്നും അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനമാണെന്നും ഒക്കെയുള്ള ആധികാരികമായ തെളിവുകളാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ ഭാഗം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കിയോ? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ തന്നെ ബൈബിളിന്റെ ആധികാരികതയെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ കൂടെയാണ് ഈ കൈയെഴുത്ത് പ്രതികളെ കുറിച്ചും ചാവുകടൽ ചുരുളുകളെ കുറിച്ചും നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഈ അധ്യായത്തിലെ മറ്റൊരു പ്രധാന വിഷയമാണ് വേദപുസ്തക കാനോൻ എന്നുള്ളത്. എന്താണ് ബൈബിൾ കാനോൻ എന്നുള്ളത്? കാന എന്ന എബ്രായ പദത്തിന്റെ ഗ്രീക്ക് രൂപമാണ് ഈ കാനോൻ എന്ന് വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദൈവനിശ്വാസ്യത, അതായത് ദൈവത്താൽ എഴുതപ്പെട്ടു എന്ന് തെളിയിക്കുന്നതിന് ഉപയോഗിക്കുന്ന അളവുകോലായിട്ടാണ് ഈ വേദപുസ്തക കാനോനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് ഏതെല്ലാം പുസ്തകങ്ങളാണ് ദൈവനിശ്വാസ്യമായിട്ടുള്ളതെന്ന് നിശ്ചയിക്കുന്ന അളവുകോലാണ് വേദപുസ്തക കാനോൻ എന്ന് പറയുന്നത്. ഇതിനെ
വിശ്വാസത്തിന്റെ അളവുകോൽ എന്നുള്ള പദത്തിലാണ് സഭാപിതാവായ ഒറിജിനും ഇതിനെ കാണുവാനിടയായി. അപ്പോൾ സഭാപിതാവായ ഒറിജിൻ ഇതിനെ കണ്ടിരുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിന്റെ അളവുകോൽ. ഏതെല്ലാം പുസ്തകങ്ങളാണ് ദൈവത്തിന്റെ ശ്വാസം അല്ലെങ്കിൽ ദൈവത്താൽ എഴുതപ്പെട്ടത്, ദൈവനിയോഗത്താൽ വന്നത് എന്ന് വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിശ്ചയിക്കുന്ന അളവുകോലാണ് ഈ കാനോൻ അല്ലെങ്കിൽ വേദപുസ്തക കാനോൻ എന്ന് പറയുന്നത്. ഇനിയും പുതിയ നിയമ കാനോന്റെ അന്തിമ അംഗീകരണം എന്നാ ഉണ്ടായെന്നറിയാമോ? പുതിയ നിയമ കാനോന്റെ ഓക്കെ AD 367 പുതിയ നിയമ കാനോന്റെ അന്തിമ അംഗീകരണം ഉണ്ടാകുവാനിടയായിട്ടുണ്ട് എന്നാണ് AD 367. അതാരാണ്? സഭാപിതാവായ അത്തനേഷ്യസ് ആണ് അതിനെ മുൻകൈയെടുത്തതും. അപ്പോൾ തന്നെ AD 1567 നടന്ന ട്രെൻ കൗൺസിലിൽ 27 പുസ്തകങ്ങളെയും കാനോനായിട്ട് സ്ഥിരീകരിച്ച്, ശ്രദ്ധിക്കൂ, 27 പുസ്തകങ്ങളെയും കാനോനികമായിട്ട് അംഗീകരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് 1567. അങ്ങനെ 27 പുസ്തകങ്ങളെയും കാനോനികമാണെന്ന് അംഗീകരിക്കുവാനായിട്ടും ഇടയായിത്തീർന്നു. അപ്പോൾ ശ്രദ്ധിച്ച്, ബൈബിൾ വേദപുസ്തക കാനോൻ അളവുകോലായിട്ട് നിശ്ചയിച്ച് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും അംഗീകരിക്കുവാനായിട്ടും, പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളെയും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളെയും വേദപുസ്തക കാനോൻ അനുസരിച്ച് അംഗീകരിക്കുവാനായിട്ട് ഇടയായി. അതാണ് വേദപുസ്തക കാനോൻ എന്നുള്ള ഭാഗത്ത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്. ഇനിയും ആ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങൾക്ക് പഠിക്കുവാനുണ്ട്. ഒരു കാനോനിക പുസ്തകങ്ങൾ അത് കാനോനികമാകണമെങ്കിൽ അതിന് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അതായത് കാനോനിക പുസ്തകങ്ങൾക്ക് എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടാകണം? അത് കാനോനികമാണോ, അത് ദൈവത്താൽ അംഗീകരിക്കാൻ പറ്റുന്നതാണോ? അതിന് ചില യോഗ്യതകളുണ്ട്. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുണ്ട്. അത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. പരീക്ഷകൾക്കൊക്കെ വളരെ ചോദിക്കുന്നതുമാണ്. എന്തെല്ലാമാണെന്ന് സാറൊന്ന് പറയാം. 1, ആ പുസ്തകത്തിന് അപ്പോസ്തോലിക കർത്തൃത്വം ഉണ്ടായിരിക്കണം. എന്താണ്? അപ്പോസ്തോലിക കർത്തൃത്വം ഉണ്ടായിരിക്കണം. 2, പൊതുസഭയിൽ അത് വായിപ്പാൻ കൊള്ളാവുന്നത് ആയിരിക്കണം. എന്താണ്? പൊതുസഭയിൽ അത് വായിപ്പാൻ കൊള്ളാവുന്നത് ആയിരിക്കണം. 3, ക്രിസ്തീയ സമൂഹം സാർവത്രികമായത് അംഗീകരിച്ചതും ആയിരിക്കണം. 4, അതിന്റെ ഉള്ളടക്കം ആത്മീക മൂല്യമുള്ളത് ആയിരിക്കണം. എന്താണ്? അതിന്റെ ഉള്ളടക്കം ആത്മീക മൂല്യമുള്ളതായിരിക്കണം. 5, ദൈവനിശ്വാസ്യത അതിൽ തെളിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഈ കാനോനിക പുസ്തകങ്ങൾക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ. അതായത് ഇത് ദൈവികമാണോ, ഇത് അംഗീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ വിലയിരുത്തുന്നതിന് അല്ലെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നതിന് അതിനുള്ള യോഗ്യതയായിട്ട് വെച്ചിരിക്കുന്നത് 5 കാര്യങ്ങളാണ്. അപ്പോസ്തോലിക കർത്തൃത്വം ഉണ്ടാകണം, അത് പൊതുസഭയിൽ വായിപ്പാൻ കൊള്ളാവുന്നതായിരിക്കണം, ക്രിസ്തീയ സമൂഹം സാർവത്രികമായി അംഗീകരിച്ചതായിരിക്കണം, അതിന്റെ ഉള്ളടക്കം ആത്മീയ മൂല്യമായിരിക്കണം, ദൈവനിശ്വാസ്യത അതിൽ തെളിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം പഠിക്കുവാൻ ആർപ്പിക്കുന്നു. ഇനി കൈയെഴുത്ത് പ്രതികളെ കുറിച്ചാണ് ഈ ഭാഗത്ത് അത്യാവശ്യമായി നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. എന്ന അച്ചടി പ്രചാരത്തിലായെന്നറിയാമോ? ഏതാണ്ട് 15-ാം നൂറ്റാണ്ടോടുകൂടിയാണ്, 1500 കാലയളവോടുകൂടിയാണ് അച്ചടി പ്രചാരത്തിൽ വരുവാനായിട്ട് ഇടയായി തീർന്നത്. അതിനു മുൻപ് ബൈബിൾ എങ്ങനെയായിരുന്നു അറിയാമോ? കൈയെഴുത്ത് പ്രതികളായിരുന്നു. എങ്ങനെയായിരുന്നു? കൈയെഴുത്ത് പ്രതികളായിരുന്നു. ഇത് പകർത്തി എഴുതുന്ന ആരാണെന്നറിയാമോ? ശാസ്ത്രിമാർ എന്ന് പറയുന്നവരാണ്, അല്ലെങ്കിൽ ശാസ്ത്രികളായിരുന്നു ഈ ബൈബിൾ പകർത്തി എഴുതിക്കൊണ്ടിരുന്നത്. അവരെ വിളിക്കുന്ന പേരാണ്, ബൈബിൾ പകർത്തി എഴുതുന്നവരെ വിളിക്കുന്നതാണ് ശാസ്ത്രിമാർ. അപ്പോൾ തന്നെ കോഡെക്സ് എന്ന് പറയുന്ന പാപ്പറസ് ഷീറ്റുകളിൽ എഴുതുന്ന എഴുത്തുകളുണ്ട്. അതും ഞാങ്ങണച്ചെടിയിൽ നിന്നും കടലാസിന്റെ മാതൃകയിൽ ഉണ്ടാക്കിയ പാപ്പറസ് ഷീറ്റുകൾ
എഴുത്തുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ശ്രദ്ധിക്കൂ, ഞാങ്ങണ ചെടിയിൽ നിന്ന് കടലാസിന്റെ മാതൃകയിൽ ഉണ്ടാക്കിയ പാപ്പറസ് ഷീറ്റുകൾ എഴുത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്ന എഴുത്തുകൾക്ക് പറയുന്നതാണ് എന്താണ്? കോഡെക്സ്. അപ്പോൾ കോഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാങ്ങണ ചെടിയുടെ തണ്ടിൽ നിന്നും ഉപയോഗിക്കുന്ന പാപ്പറസ് ഷീറ്റ് എഴുത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു. അത് ഒത്തിരി പ്രോസസ്സിലൂടെ എടുക്കുന്നതാണ്. അങ്ങനെ ആ ഞാങ്ങണ ചെടിയുടെ പാപ്പറസ് ഷീറ്റുകളിലെ കടലാസിന്റെ മാതൃകയാക്കി എഴുതുന്ന അതിന് പറയുന്നതാണ് കോഡെക്സ്. ഇത് 4000-ഓളം കൈയെഴുത്ത് പ്രതികൾ ഉണ്ടായിരുന്നതായിട്ടും മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാ കുഞ്ഞുങ്ങള് ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കിയത്? ബൈബിളിന്റെ ഭാഷാ സംബന്ധമായ കാര്യങ്ങള്, പ്രധാനമായിട്ട് 2 ഭാഷകൾ അല്ലേ? പഴയ നിയമം എബ്രായ ഭാഷ, പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ എഴുതി. തോൽ ചുരുളുകൾ എന്താണെന്ന് മനസ്സിലാക്കി. ന്യായപ്രമാണം എഴുതിയ തോൽ ചുരുളുകൾ കണ്ടെത്തിയത്, ചാവുകളിൽ ചുരുളുകൾ കണ്ടെത്തിയത് മനസ്സിലാക്കുവാനിടയായി. വേദപുസ്തക കാനോൻ എന്താന്ന് മനസ്സിലാക്കുവാനിടയായി. അതായത് ദൈവിക നിശ്വാസ്യത ഏതെല്ലാം പുസ്തകങ്ങൾക്കാണ് ദൈവിക നിശ്വാസ്യത ഉള്ളതെന്ന് തെളിയിക്കുന്ന അളവുകോലാണ് എന്ത്? വേദപുസ്തക കാനോൻ. അപ്പോൾ തന്നെ ഇത് അംഗീകരിച്ചത് കാനോനിക പ്രകാരം പഴയ നിയമവും പുതിയ നിയമവും അംഗീകരിച്ചത്. ഇനി കാനോനിക പുസ്തകങ്ങളുടെ യോഗ്യതകൾ എന്താണെന്നും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ലേ? 5 യോഗ്യതകൾ ഉണ്ടായിരിക്കണം. പിന്നീട് കൈയെഴുത്ത് പ്രതികള്, അതിന്റെ പ്രചാരം എന്നു മുതലാണ് അച്ചടി വരെയുള്ള കാലഘട്ടം, ഈ കൈയെഴുത്ത് പ്രതികൾ എങ്ങനെയൊക്കെ ആയിരുന്നു, കോഡെക്സ് എന്താണ്, ഈ ഭാഗങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. ഇനിയും അത്യാവശ്യമായിട്ട് ഈ പാഠഭാഗത്തിൽ ഏഷ്യയിൽ വന്ന് ബൈബിൾ വിവർത്തനത്തിന് വേണ്ടി ത്യാഗം അനുഭവിച്ച ചില മിഷണറിമാരുണ്ട്. അവരെ കുറിച്ച് അത്യാവശ്യമായിട്ട് പഠിക്കാൻ 2 മിഷണറിമാരെ കുറിച്ചാണ്. ഒത്തിരി മിഷണറിമാരെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കുവാനുണ്ടെങ്കിലും 2 മിഷണറിമാരെ കുറിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കും ബൈബിൾ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ വിവർത്തനത്തിന്, ബൈബിൾ മറ്റു ഭാഷകളിൽ എത്തിക്കുന്നതിന്, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്തിക്കുന്നതിന്, അല്ലെങ്കിൽ ബൈബിൾ ഇതുവരെയും എത്താത്ത ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് എത്തിക്കുന്നതിനൊക്കെ നിങ്ങൾക്കും ഒരു ആത്മഭാരം ഈ പഠനങ്ങളിൽ നിന്നുണ്ടാകുവാൻ ഇടയാകട്ടെ. ജഡ്സൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഡോനിറാം ജഡ്സൺ ബർമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മിഷണറി, അദ്ദേഹം 1788 ഇംഗ്ലണ്ടിൽ ജനിച്ച ഒരു മിഷണറിയാണ്. ഇന്ത്യയിലെ സുവിശേഷീകരണത്തെ കുറിച്ച് തനിക്കൊരു വലിയ ആത്മഭാരമുണ്ടായി. താന് മാനസാന്തരപ്പെട്ട സമയത്ത് തനിക്കൊരു വലിയ ആത്മഭാരം ഉണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ 1812 തന്റെ ഭാര്യ ആന്റെ കൂടി താനെ ഇന്ത്യയിലേക്ക് തിരിക്കുവാനിടയായി തീർന്നു. എന്നാൽ തനിക്ക് ഇന്ത്യയില് വരുവാനായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ അനുമതി ലഭിക്കാതെ താൻ ബർമയിലാണ് എത്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ബർമയിലെത്തി അവിടെ വേദപുസ്തകത്തിന്റെ തർജ്ജമ ആരംഭിച്ചു. എന്നാൽ സംഭവിച്ചെന്താന്ന് കേൾക്കണമോ? താനെ ജയിലിൽ അടയ്ക്കപ്പെടുവാനിടയായി തീർന്നു. തന്റെ ഭാര്യ ആൻ തലയണയ്ക്കകത്ത് വേദപുസ്തക വിവർത്തനത്തിന് ആവശ്യമായ കടലാസ് ഒളിച്ചു വെച്ച് അദ്ദേഹത്തിന് ജയിലിൽ എത്തിക്കുവാനിടയായി തീർന്നു. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച്, എന്ത് ത്യാഗമാണ് സഹിക്കുന്നത്! ജയിലിൽ കിടന്നുകൊണ്ട് തലയണയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ച് ഭാര്യ ആൻ എത്തിച്ചു കൊടുക്കുന്ന ആ പേപ്പറുകളിൽ താൻ എന്ത് ചെയ്തു? താൻ വേദപുസ്തകം പകർത്തി എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ വളരെ ത്യാഗമായ പ്രവർത്തനങ്ങളാണ് ജഡ്സൺ ചെയ്തത്. 1835 മുതൽ 40 വരെയുള്ള വർഷങ്ങൾ കൊണ്ട് താൻ വേദപുസ്തകം അച്ചടിച്ചു, പരിഷ്കരിച്ച പതിപ്പ് ഇറക്കുവാനായിട്ട് ഇടയെത്തുന്നു. അതിനുള്ളിൽ താൻ ജയിൽ മോചിതനായിരുന്നു. തന്റെ ജീവിതത്തിൽ ഒരുപാട് പരിശോധനകൾ അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. വിപരീത കാലാവസ്ഥ മൂലം തന്റെ ഭാര്യയും മക്കളുമൊക്കെ മരണപ്പെട്ടു. 1865 ഒരു കപ്പൽ യാത്രയിൽ അദ്ദേഹം മരണമടയുവാൻ ഇടയായിത്തീർന്നു. നിങ്ങൾ ജഡ്സന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ചോ? ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് തനിക്കൊരു വലിയ ആത്മഭാരം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അനുമതി ലഭിച്ചില്ല. താൻ ബർമയിൽ ചെന്ന് അവിടെ ജയിലിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്തു? ബൈബിൾ വിവർത്തനങ്ങൾ നടത്തി. തന്റെ കുടുംബം പോലും തനിക്ക് രോഗാതുരരായി നഷ്ടപ്പെടുവാനിടയായിരുന്നു. ഇവരുടെയൊക്കെ സംഭാവനകൾ ബൈബിൾ വിവർത്തനത്തിന് വേണ്ടി ഏറ്റവും വിലപ്പെട്ടതാണ്. ഇനി ബ്രദർ ഷെറി ചൈന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചുകൂടെ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ചൈനീസ് ഭാഷയിൽ ആദ്യം ബൈബിൾ വിവർത്തനം ചെയ്ത ആരാന്നറിയാമോ?
റോബർട്ട് മോറിസൺ. അത് നിങ്ങൾ മറക്കരുത്. ചൈനീസ് ഭാഷയിൽ ആദ്യം ബൈബിൾ വിവർത്തനം ചെയ്തത് ആരാണ്? റോബർട്ട് മോറിസൺ. എന്നാൽ 1820 ഷെറി എന്ന ഒരു യഹൂദ ക്രിസ്ത്യാനി ചൈനയിൽ എത്തുവാനിടയായി തീർന്നു. അദ്ദേഹം സാധാരണ ജനങ്ങളെ കരുതി പുതിയ വിവർത്തനം ആരംഭിക്കുവാനിടയായി തീർന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ സംഭവിച്ചെന്ന് അറിയോ? പെട്ടെന്ന് താൻ പക്ഷപാത രോഗിയായി വീൽ ചെയറിലിരുന്ന് ചലിക്കുവാൻ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് താന് കൈയെഴുത്ത് പ്രതികളെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്ന്. തനിക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. തന്റെ ഒരു കൈ കൊണ്ടാണ് താനെ ടൈപ്പ് ചെയ്ത് ബൈബിൾ താൻ പ്രസിദ്ധീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ 21 വർഷം വീൽ ചെയറിലിരുന്ന് കഠിന പ്രയത്നം ചെയ്ത് താൻ ബൈബിൾ വിവർത്തനം ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ആ ബൈബിളിനെയാണ് ഏക വിരൽ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ മിഷണറി ആയിരിക്കുന്ന ഷെറി, ചൈന എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മിഷണറിയുടെയൊക്കെ സംഭാവനകൾ എത്രയോ വിലപ്പെട്ടതാണ്. തനിക്ക് ആ ശരീരം തളർന്നു പോയിട്ടും വീൽ ചെയറിലിരുന്ന 21 വർഷം കഠിന പ്രയത്നം ചെയ്ത് ബൈബിളിനെ വിവർത്തനം ചെയ്തു. ഏക വിരൽ ബൈബിൾ എന്ന ഓമന പേര് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. ആ ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ 2 മിഷണറികളെ കുറിച്ച്, അല്ലെങ്കിൽ 2 പേര് സുവിശേഷങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തകത്തെ വിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ത്യാഗം ചെയ്തു ഏഷ്യയിൽ വരുവാനായിട്ടിടയായിത്തീർന്നു. കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് ഒരു മിഷണറി ആയിട്ട് അല്ല, അതിനേക്കാൾ ഉപരിയായി ബൈബിൾ പരിവർത്തനം ചെയ്യുവാൻ, ഭാഷകളിൽ ഇതുവരെ എത്താത്ത ഭാഷകളിൽ എത്തിക്കുവാനായിട്ട് നിങ്ങൾ എത്ര പേരൊരു തീരുമാനമെടുക്കും? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതിന്? അറിയാത്ത ഭാഷകളിൽ, അക്ഷരമാലകൾ ഇല്ലാത്ത ഭാഷകളുണ്ട്, അവിടെ പോയി അക്ഷരമാലകൾ ഉണ്ടാക്കുവാൻ, അവരുടെ ഇടയിൽ ബൈബിൾ പരിവർത്തനം ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അതൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. അതിന് നിങ്ങൾക്ക് ഈ പഠനങ്ങൾ ഇടയാക്കട്ടെ എന്ന് സാറും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിനെ കഴിയട്ടെ. എന്താ ഈ പാഠത്തിൽ നാം പഠിച്ചത്? ആദ്യ എഴുത്തുകാരനായ മോശ മുതൽ യോഹന്നാൻ വരെയുള്ള എഴുത്തുകാർക്ക് ദൈവം നിയോഗം നൽകി. ആ എഴുതിയ തിരുവെഴുത്ത് അച്ചടി വിദ്യ പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്ത് എങ്ങനെ എഴുതിയെന്നും അത് മൂലഭാഷയിൽ നിന്നും എങ്ങനെ നമ്മുടെ മാതൃഭാഷയിൽ ലഭിച്ചുവെന്നും അതിന്റെ പിൻപിൽ അനുഭവിച്ച ത്യാഗങ്ങള്, ഇത് തോൽച്ചുരുളികളിൽ, പാപ്പറസ് ഷീറ്റുകളിൽ, കോഡക്സുകളാക്കിയൊക്കെ സൂക്ഷിച്ചിരുന്ന അനുഭവങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചല്ലോ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ ആ ചോദ്യഭാഗം ഒന്നെടുത്ത് 6 ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളുമാണ്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുവാൻ ഓർപ്പിക്കുന്നു. മനപ്പാഠം വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വാക്യമാണ്. ഇന്ന് ഈ ക്ലാസ്സിലൂടെ നിങ്ങളെ ഒരു സമർപ്പണത്തിലൂടെ നയിക്കുകയാണ്. ബൈബിൾ വിവർത്തനം ചെയ്യുവാൻ, അല്ലെങ്കിൽ ബൈബിൾ എത്തിയിട്ടില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ മിഷണറിമാര്, നമ്മുടെ പൂർവികരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയോ വലുതായിരുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ ഒരു ചലഞ്ച് ഏറ്റെടുക്കുവാൻ കഴിയുമോ? എന്നെ സമർപ്പിക്കുന്നു. നിങ്ങളൊരു പേപ്പറിൽ എഴുതുക, എന്നെ സമർപ്പിക്കുന്നു. അല്ല, നിങ്ങളുടെ തീരുമാനം എഴുതുക. അതാണ് നിങ്ങൾക്ക് ഇന്ന് ചെയ്യുവാനായിട്ടുമുള്ളത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഒരു മിഷണറി ചലഞ്ചിനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുപോയി ബൈബിൾ വിവർത്തനം ചെയ്യുന്നതിനോ മറ്റുള്ളവർക്ക് ബൈബിൾ പ്രതികൾ കൊടുക്കുന്നതിനോ ഒക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളെ നയിപ്പാൻ ഈ ക്ലാസ് ഇടയാക്കട്ടെ. അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതണം. എന്താ നിങ്ങളുടെ തീരുമാനം? എന്തെങ്കിലും ഒന്ന് ബൈബിളിന് വേണ്ടി, ബൈബിൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ബൈബിൾ വിവർത്തനത്തിന് വേണ്ടി എന്ത് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നു എന്ന് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുകയും നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുവാനായിട്ട് ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് പാഠങ്ങൾ പഠിക്കുവാൻ ബൈബിൾ എങ്ങനെ അത് കൈയെഴുത്ത് പ്രതികളായി
കർത്താവേ, ഞങ്ങളുടെ കൈകളിൽ ലഭിച്ചുവെന്നും ഇപ്പോൾ ഇരിക്കുന്ന അനുഭവത്തിൽ ബൈബിൾ എങ്ങനെ ഞങ്ങളുടെ കയ്യിലായി എന്നും കേൾപ്പാൻ ഇടയായി തീർന്നല്ലോ. പഠിച്ചത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നു. അവരെ ഒരു പുതിയ തീരുമാനത്തിലേക്ക് നയിക്കണമേ. കുഞ്ഞുങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. അവരെ ചലഞ്ച് ഏറ്റെടുത്ത് കർത്താവെ, ബൈബിളിന് വേണ്ടി ചിലത് ചെയ്യുവാൻ, മറ്റുള്ളവരിൽ എത്തിക്കുവാൻ, ബൈബിൾ ലഭ്യമല്ലാത്ത ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യുവാനൊക്കെ കുഞ്ഞുങ്ങളെ ഇടയാക്കണവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ. ഓക്കെ കൂട്ടുകാരെ, എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബായ്.